സോ ഗൈസ്, ഞങ്ങൾ സാധനം വാങ്ങാൻ പോവുകയാണ്. പെരുന്നാളിന്റെ സാധനങ്ങൾ. നാളെ പെരുന്നാളായാലും എന്താക്കും കൊണ്ടു. ശരി, നമ്മൾ കാരെടുത്ത് പോകുന്നു. അല്ല, പുട്ടിസുന്ദരി മിസ്റ്റർ പുട്ടിസുന്ദരിക്ക് തെറ്റി. അത് 4 ദിവസം 5 ദിവസം അടിച്ചു പൊളിക്കായിരുന്നില്ലേ. അതിനിപ്പോ എന്താ അടിച്ചു പൊളിച്ചാൽ എന്താ ഇപ്പൊ തെറ്റ്? ഞാനതിലൊരു തെറ്റും കാണുന്നില്ല. ഉത്സവത്തിന് പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. അത് അക്കീർ കൊണ്ടെന്ന് തന്നെ. ഞാൻ കൊണ്ടുവന്ന ജ്യൂസ് ഇതാ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഉമ്മാനോട് മാംഗോ ജ്യൂസ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച്. അപ്പം ഉമ്മ പറഞ്ഞ അക്കീറാണ്. ഞാൻ പറഞ്ഞ അക്കീറൊന്നല്ല, ഞാൻ മേടിച്ച ജ്യൂസാണ്. അക്കീർ കാർ നിർത്തിട്ട് ഉള്ളിൽ കൊണ്ടുവച്ചാ മാംഗോ ജ്യൂസ്. അപ്പൊ നമ്മൾ എവിടെ പോണേ? നെക്സ്റ്റ് വേണ്ട, അത് അക്കീറിന്റെ. ലെറ്റ്സ് ഗോ. ജാംജു ഞാൻ ഉള്ളിൽ കയറണ്ടല്ലോ. വേണ്ട, ഈ പുറത്തുനിന്നോ. ഞാള് പൈസ കൊടുക്കാൻ എന്നെ വിളിച്ചോളൂ. അല്ലാണ്ട് ഈ ക്ഷമ ഇല്ല കണക്ക്. ഈ തിരക്കാക്കില്ല. നെക്സ്റ്റോലാണെങ്കിൽ എനിക്ക് നല്ല തണലത്തിരിക്കായിരുന്നു. ഈ ഇനി ജാംജും ഇറക്കിയിട്ട് ചിക്കനും ബീഫും വാങ്ങാൻ പോരും. അത് ഇന്ന് ഇപ്പൊ വാങ്ങണോ? പിന്നെ എപ്പോഴാണ്? രാത്രി കിട്ടൂലേ? അന്നെ ഓർമ്മല്ലേ? അല്ല, നാളെ പെരുന്നാളായില്ലെങ്കിലോ? ആയില്ല, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കഴിഞ്ഞ കൊല്ലം പിന്നെ രാത്രി 12 മണിക്കാ കിട്ടിയത്. നിങ്ങക്ക് കാണണോ? ഇത്രയും സാധനം വാങ്ങിട്ടേ. വേണ്ട വേണ്ട, ശരീരത്തിന് നല്ലതെന്തേ മതി. 4 ഉണ്ടല്ലോ. അതിന് മാത്രമായി 4000 സംതിങ് ഉറുപ്പ്യ. പിന്നെ ഭീകര തിരക്കാ. മക്കളെ, നിങ്ങളൊരു അത്ഭുതം കണ്ടോ? നമ്മളെ യാസിയും വ്ളോഗ് സാധനം തള്ളിപ്പോന്ന് ആദ്യമായിട്ടോ ജീവിതത്തിൽ. എൻ്റെ ഇതാ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും തള്ളിപ്പോകുന്ന യാസിയും. മായ ചിരിക്കുക. ഇതിനൊക്കെ വൻ തിരക്കാട്ടോ ജാംജുമിലൊക്കെ. എന്താ പറയാ, ഇങ്ങനെ മാഷറെ പോയ പോലെ ഉണ്ട്. എന്തായാലും സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ സമാധാനമായി. മാറിക്കാം. ഇതേതാ തൊണ്ട്? ചൊപ്പാ. റെഡിയാ, എടുത്ത് പോയിക്കോ. കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം പിടിക്കൂ. ഇപ്പൊ ചിരിക്കും നോക്കണ്ട. ഇല്ല, കോഴിമുട്ട വാങ്ങിക്കില്ല. ഒക്കെ വാങ്ങിക്കാന്. എത്ര ബില്ല്? ഞാൻ 2000 മൊത്തം 3000 ഉറുപ്പ്യ അല്ലേ? അതാടുന്നോട്ടെ. വേണ്ട, യാസീനതാ സാധനം ഏറ്റിപ്പോന്ന്. ഇങ്ങനെ വരാത്ത ആളാണ്. എന്താണെന്നറിയില്ല ഇത് വന്നത്. ജാംജുമിൽ വന്ന നല്ല സാധനം കിട്ടും. സോ ഗൈസ്, എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറകെ പോവാ. ഇനി ഒന്നും ഇല്ല കേട്ടോ. അതല്ല, അതൊന്നും ഇപ്പൊ വാങ്ങൂല. അതൊക്കെ ഞാൻ വരുമ്പോ വാങ്ങിക്കോളാം. ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഒന്നും വാങ്ങൂല. നിർത്താനൊരു സ്പോട്ടില്ല. തുറക്കൂ. സാധനങ്ങളായി നമ്മൾ പുരയിലെത്തിണ്ട്. 2 കിലോ എന്ത് ബിരിയാണിക്ക്, 2 കിലോ ചില്ലിക്ക്, 1 കിലോ മന്തിക്ക്, 2 കിലോ ബീഫ്. ഇത്ര പോരെ? മതിയോ? 3 ആളല്ലല്ലോ ഇവിടെ, വേറെ കുറേ ഒന്നുമില്ലല്ലോ. ആരെങ്കിലും വന്നല്ലോ. സോ ഗൈസ്, ഇന്ന് അവസാനത്തെ നോമ്പ് തുറക്കൽ ആയിരിക്കും. ഇന്നത്തോടു കൂടി നോമ്പ് തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ്.
ദോശ മതി. ചോറുണ്ടോ? ഓന് കുറച്ച് ചോറും വെച്ചെടുത്തവർക്ക്. ആ, ഓനെല്ലാം വെച്ചെടുത്തേക്ക്. ഓനെ ചോറാണ് ഓന് ഇഷ്ടം. ഓന് ഈ ദോശയും കീശയൊന്നും ഇഷ്ടല്ല. വാങ്ങി കൊടുത്തിട്ട് കൊടുക്കാനുള്ള അരിയാണ് തോന്നുന്നു. ബാക്കിയുള്ളത് അവിടെ ഉണ്ടല്ലേ. സോ ഗൈസ്, ഇപ്പൊ വാങ്ങി കൊടുക്കും. ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഞാനിട്ടോ നോക്കിയതായിരുന്നു. ബാങ്ക് കൊടുക്കാനായി കൊടുത്ത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നോമ്പ് തുറക്കുമ്പോൾ ചോറ് വെച്ചിട്ടുണ്ടാവുക. അതൊക്കെ മുളക് ചോറ് ഓന് ഇഷ്ടപ്പെട്ട സാധനമാണ്. ബാങ്ക് കൊടുക്ക വെള്ളമില്ലല്ലോ നോമ്പ് തുറക്കാൻ. ഉമ്മ വെള്ളമൊന്നുമില്ലേ? ഡയറക്റ്റ് ഇന്ന് ചെറിയടിയൊന്നുമില്ല. നാളെ ഉമ്മ നോമ്പ് ഉറപ്പിച്ച രീതിയിലാണ് ഉമ്മാൻ്റെ കളികൾ. ഉമ്മ പറഞ്ഞ നാളെ നോമ്പായിരിക്കുന്ന. എന്ത് വിശപ്പാന്നറിയോ? ഇന്ന് ഭയങ്കര ചൂട് ഗൈസ്. ഇങ്ങോട്ട് ഒഴിച്ചിട്ട് വേണം. നാളെ വേണം മന്തി ബിരിയാണി ഒക്കെ അടിച്ച് കയറ്റാൻ. ഇതിങ്ങനെ കൊച്ച് ആദ്യമായിരിക്കും വെള്ളം കുടിക്കാനായിട്ട് മുന്നേ തയ്ക്കണേ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നാളെ പെരുന്നാളായിരിക്കാണ്. ഗുണ്ടുവിന്റെ ഹാപ്പിനെസ് നോക്ക്. എനിക്കെന്താ ഹാപ്പിനെസ്? വേണ്ട. ഇങ്ങക്ക് 30 ദിവസം എങ്ങനെയോ നോമ്പെടുത്ത് കഷ്ടപ്പെട്ട് വെയ്യാണ്ട് എടുത്തതാ. എങ്ങനെയെങ്കിലും പെരുന്നാളായി എന്ന് പറഞ്ഞ് ജീവിക്കാൻ. ശിങ്കു എല്ലാരോടും അവിടെ ഇന്ന് ഇതല്ലേ? അവിടെ ഇത് മറക്കുന്നതാണ്. അതന്നെ പാമ്പിനെ ശിങ്കു പാമ്പിനെ വെങ്ങിയ പോലെ കിടക്കണം. ഫുഡ് വെച്ചിട്ട് ബിരിയാണി അല്ല ശിങ്കു വീഡിയോ എടുത്തോടാ ഞാൻ. എന്താ പള്ളിന്ന് പെരുന്നാളായി എന്ന് അറിയിക്കാനുള്ള ഇതാട്ടൊക്കെ കൊടുക്കണേ. ഇതും പറ ഭാര്യനോട് രാവിലെ ഇതുവർക്ക് പറഞ്ഞില്ലേ? എന്നാ ഇപ്പൊ ഇതും പറക്ക്. നാളെ ഇതും പറക്ക. ഓൾ സെറ്റ്. അപ്പം നാളെയാണ് ഇത്. എന്താണ് ഉമ്മാന്റെ അഭിപ്രായം? എന്തൊക്കെ പറയുന്നു? നാളെ ഇതായി. എന്താണ് ഹാപ്പി? ഇനി നോമ്പെടുക്കണ്ടല്ലോ അല്ലേ? ഓ ഗുണ്ടുവിന്റെ ഒക്കെ ഒരു സന്തോഷം നോക്ക്. എന്താണ് എങ്ങനെയെങ്കിലും 30 ദിവസം കഴിഞ്ഞിട്ടിയാ മതി എന്ന് പറഞ്ഞ് ജീവിച്ചാളാ. ഞാനൊക്കെ പഠിച്ചോനെ പേടിയുള്ള 30 ദിവസം നോമ്പെടുത്തിട്ട് നടക്കുകയാണ്. നാളെ പെരുന്നാള് വല്ലതും അറിയണ്ടോ? ഇവിടെ എന്തില്ലേ ആർക്ക് പെരുന്നാള്? പെരുന്നാളായാലും എന്ത്? ഏ സിനിമ? എമ്പുരാന് പോയോ? എമ്പുരാൻ സിനിമ? എമ്പുരാൻ അത് പറഞ്ഞ എന്താ? എന്ത് എമ്പുരാനെ പോകരുത്, തമ്പുരാനൊക്കെ കാണാൻ പോണൊക്കെ. സോ ഗൈസ്, എല്ലാവർക്കും യാസിൻ വ്ലോഗ്സ് ഫാമിലിയുടെ ഈദ് മുബാറക്. നാളെയാണ് ഇത്. എന്നാലും ഇതായി. ഇനി നോമ്പൊന്നും എടുക്കണ്ട. ഇത് പകൽ ഭക്ഷണം കഴിച്ചെടുക്കാം. എന്റെ ഹാപ്പിനെസ് അതാണ്. സോ ഗൈസ്, നാളെ ഈദ് മുബാറക്. ഹലോ, ഈദ് മുബാറക്. അങ്ങനെയുണ്ട്.
അതിന് ഈ വട്ടം സമയം കിട്ടിയില്ല അതാ പ്രശ്നം. എന്ത് സാധനം നോക്ക്. എന്ത് ഷർട്ടോ? ഞാൻ പിന്നെ ഡ്രസ് എടുത്തിട്ട് പോയിരുന്നു. മുണ്ടുവാ? കറുത്ത തൊപ്പി എന്തിനാ? അപ്പൊ ഷർട്ട് ഇട്ടിട്ടാ പിന്നെ പോണത്? മുണ്ട് നിൽക്കില്ലേ? അപ്പൊ ഷർട്ട് പഠിക്കില്ലേ? ആ ഓനൊന്നല്ല. ആയിപ്പോട്ടെ ആയിപ്പോട്ടെ. ഉമ്മാക്കൊന്നുമില്ല. ഉമ്മാക്ക് വാങ്ങാം. ട്രൗസറിന്റെ ഷർട്ടാണിത്. എങ്ങനെയുണ്ട് ഷർട്ട്? തുണിയല്ല, തുണി അല്ല. 4500 ഷർട്ട് ഉണ്ട് വെട്ടി കിടക്കുന്നത്. അതിന്റെ കല്യാണത്തിന് മേടിച്ചല്ലേ ഇടാൻ പറ്റിയത്? ഇട് നോക്കട്ടെ. അല്ല ഒന്ന് കാണിച്ചു കൊടുക്കാൻ. കാണിച്ചു കൊടുക്കാൻ നിങ്ങളിങ്ങനെ മനസ്സല്ല കളി കളിക്കുന്നത്. കാണിക്കൊന്നല്ല. നൈസ് കളർ. സൂപ്പർ സ്റ്റാർ. എനിക്ക് ഷോട്ട് ഏണ്ട് സെറ്റല്ലേ? ഉമ്മാക്കല്ലേ കഴിഞ്ഞ ആഴ്ച 2 നെറ്റി ഫോർ മമ്മി. ടുമാറോ ഈദ്. ടുഡേ what? Today she want. After this we'll go. Okay. We'll buy Amma half pen for Amma. Tight half pen. ഇതൊക്കെ ഞാൻ വെറും ഒരു ടൗസർ മാത്രം ഈ വട്ടെടുത്ത്. ഇത് ഈ ഷോപ്പാണ് കൽപ്പന.